നഴ്സുമാരുടെ സമരം കാരണം വയനാട് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടുത്തെ അവസ്ഥ അറിയില്ല. ഫുള്ള് നഴ്സുമാരും കാര്യങ്ങളൊന്നുമില്ല. വന്നിട്ടിപ്പോൾ 3-4 ദിവസമായി. ഭയങ്കരമായൊരു ബുദ്ധിമുട്ടിക്കലാണ്. ഒരു നഴ്സെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് 1-2 ദിവസം കൂടെ പിടിച്ചു വയ്ക്കണം. ഇത് ഒറ്റയില്ലല്ലോ, നമുക്ക് വേറെ സ്ഥലത്ത് കൊണ്ടുപോയാലേ പറ്റുള്ളൂ. ഇപ്പോൾ മാനന്തവാടിക്ക് കൊണ്ടുപോവാണ്. ഇവിടെ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ വേറെ അങ്ങോട്ട് പോയത്. ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നു കാര്യങ്ങളൊക്കെ. വളരെ ബുദ്ധിമുട്ടാണ്, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. എന്തുകൊണ്ടാണ് അവന് പോകാൻ കാരണം? ഇവിടുന്ന് പോകാൻ കാരണം നഴ്സുമാരില്ല. എവിടെക്കാണ് പോകുന്നത്? ഇപ്പം എത്ര ദിവസം ഇവിടെ അഡ്മിറ്റ് ആയിട്ട്? ഒരാഴ്ച. എന്താണ് അവസ്ഥ? എന്താണ് ഇപ്പോൾ? സർജറിക്ക് അഡ്മിറ്റ് ചെയ്തതാണ്. സർജറി ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ബുദ്ധിമുട്ടായി തോന്നുന്നില്ല ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് മുപ്പനെ? നായിക്കട്ടി. എന്താണ് പോകാൻ കാരണം? എന്താ? ഫിസിയോതെറാപ്പി ചെയ്യാൻ ഇവിടെ നഴ്സുമാരില്ല. എത്ര ദിവസമായി വന്നിട്ട് ഇവിടെ? 13 ദിവസമായില്ലേ? എന്താ ബുദ്ധിമുട്ട് തോന്നുന്നത് അവിടെ അങ്ങനെ സംഭവം നടക്കുന്നത്? നഴ്സുമാർ പ്രശ്നമുണ്ട്. ഞങ്ങളിപ്പോൾ അവർ ലീവിലായ സമയത്ത് നോക്കാനും ഒക്കെ മറ്റുള്ളവരോട് പറയും ഞങ്ങൾ നഴ്സുമാരല്ല, ഞങ്ങൾ പഠിക്കുന്നവരാണ്, ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ്. പിന്നെ ഫിസിയോതെറാപ്പിയാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടത്. വെള്ളിയാഴ്ച മുതൽ ഞങ്ങൾക്ക് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ ഞങ്ങൾ അഡ്വാൻസൊക്കെ അടച്ചതായിരുന്നു. ഇന്ന് രാവിലെ അത് തിരിച്ചു തന്നു. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന നഴ്സുമാരില്ലാന്ന് പറഞ്ഞു. അതന്നെ ഇപ്പം ഞങ്ങൾ അവിടെ ഒരു വാടകയ്ക്ക് ഒരു കോട്ടേഴ്സ് എടുത്തിട്ട് അവിടെ പോയി അവിടെ നിന്നിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാനാണ് ഇപ്പോൾ പോകുന്നത്. ഞങ്ങൾ ഇനിയിപ്പോൾ ഉള്ള ചികിത്സ ഫിസിയോതെറാപ്പി മാത്രം.